ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 121 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ 1 മണിവരെ 42% പോളിംഗ് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയാണെന്ന് നിതീഷും മാറ്റം ഉറപ്പാണെന്ന് ലാലുവും പ്രതികരിച്ചു. ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें. नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करे उसको जो है मतदान करे. यही हम सब लोगों से अपील करना चाहते हैं. उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा. 18 तारीख को बदलेंगे सरकार. 18 तारीख को बदलेंगे सरकार. 14 को नई सरकार मिलने वाली है. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിയാർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, നാടിളക്കി മറിച്ചുള്ള പ്രചാരണത്തിൽ പോളിംഗ് നില വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേത് തരത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കും ഒരു പ്രതീക്ഷയാകുന്നത്? ഏതെല്ലാം തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും? അപർണ, നല്ല പോളിംഗ് ആണ് ബീഹാറിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പോളിംഗ് ഏതാണ്ട് 57%. ഇപ്പോൾ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം അത് 42.31%. അതായത് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നല്ല പോളിംഗ് ഇത്തവണ 1 മണി വരെ ബീഹാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലകൾ തിരിച്ച് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ജില്ല തിരിച്ച് നോക്കുകയാണെങ്കിൽ ലക്കിസരായിലും ഒപ്പം തന്നെ ബെഗുസരായിലും ഒക്കെ തന്നെ ഏതാണ്ട് 44% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെഗുസരായിൽ അത് 46.2 ആണെങ്കിൽ ലക്കിസരായിൽ 46.37 ആണ്. സമാനമായ രീതിയിൽ തന്നെയാണ് മധേപുരയിലൊക്കെ തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുസഫർപൂരിൽ 45%, മധേപുരയിൽ 44% എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം പല ബൂത്തുകളിലും കാണാം. രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴും അതേ രീതിയിൽ തിരക്ക് തുടരുന്നു. അത് എന്തിൻ്റെ സൂചനയാണെന്ന് അറിയേണ്ടത്. ഏതായാലും പരമ്പരാഗതമായി സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ സമാഹരിച്ചാണ് നിതീഷ് കുമാർ ഭരണ തുടർച്ച നേടിയിരുന്നത്. അത് തന്നെ ആവർത്തിക്കുമോ അതോ ഇത്തവണ വലിയ മാറ്റങ്ങൾക്ക് ബീഹാർ വേദിയാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വലിയ പ്രതീക്ഷയാണ് വോട്ട് രേഖപ്പെടുത്തിയ നേതാക്കളൊക്കെ തന്നെ പങ്കുവച്ചത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും RJD നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നിതീഷ് കുമാർ എന്തായാലും JDU നേതാക്കളും വ്യക്തമാക്കുന്നത് ഭരണ തുടർച്ച തന്നെ ബീഹാറിൽ ഉണ്ടാകും, വികസനത്തിനായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ്. മറിച്ച് മാറ്റമുണ്ടാകും എന്ന പ്രതികരണമാണ് ലാലു പ്രസാദ് യാദവ് നടത്തിയത്. സമാനമായ പ്രതികരണം തേജസ്വി യാദവും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി 1 മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും 6 മണി വരെ വോട്ടെടുപ്പുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ റെക്കോർഡൊക്കെ മറികടന്ന് ഒരുപക്ഷെ 60-65% മുകളിലേക്ക് ബീഹാറിലെ പോളിംഗ് പോകാനുള്ള സാധ്യതയാണ് നിലവിലെ സൂചനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപർണ. PR രാഗേഷ്.